ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഹെഡിങ്സും പാരഗ്രാഫും എങ്ങനെയാണ് ഒരു വെബ് പേജിൽ എംബഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ നോക്കി. ഇനി ഒരു ഇമേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ വെബ് പേജിൻ്റെ കണ്ടൻസ് ഒന്നുമില്ല, ഞാൻ ബോഡിക്കകത്ത് ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഇമേജ് എംബഡ് ചെയ്യാൻ പോകുന്നു. സോ അതിന് വേണ്ടിയിട്ട് ശരിക്കും വേണ്ടത് കുറച്ച് ഹൗ ടു ഇംബഡ് ആൻ ഇമേജ് ഇൻ എ വെബ് പേജ്. അതിന് വേണ്ടിയിട്ട് ഒരു ടാഗ് ഉണ്ട്. ആ ടാഗിൻ്റെ പേര് ആണ് IMG. സോ വാട്ട് ഇസ് എ യൂസേജ് ഓഫ് IMG ടാഗ്? യൂസ്ഡ് ടു ഇംബഡ് പിക്ചേഴ്സ് ഓർ ഇമേജസ് ഇൻ എ വെബ് പേജ്, ഇൻ എ വെബ് പേജ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഇമേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കതിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇമേജിന് സ്റ്റാർട്ടിങ് ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ നോർമലി കൊടുക്കുന്നത്? ഇതിൻ്റെ അകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് പാരാമീറ്റർ ഇസ് SRC, then second parameter is ALT, then third parameter is width, then fourth parameter is height, then fifth parameter is style. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്ത് മെയിൻ പാരാമീറ്റേഴ്സ് വരുന്നത്. ഇതിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. മിനിമം ഇത്രയും പാരാമീറ്റേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. SRC, ALT, വിഡ്ത്ത്, ഹൈറ്റ്, സ്റ്റൈൽ. സോ SRC എന്ന് പറയുന്നത് ആ ഇമേജ്, നമുക്കൊരു ഇമേജ് ആണല്ലോ നമ്മുടെ വെബ് പേജിൻ്റെ അകത്ത് വരേണ്ടത്. ആ ഇമേജിൻ്റെ ലിങ്ക്, അതിൻ്റെ പാത്ത് അല്ലെങ്കിൽ ലിങ്ക് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. സോ ഞാൻ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇമേജ് ജസ്റ്റ് ഇത് ഇമേജിനെ ഞാൻ സേവ് ആസ് കൊടുത്തിട്ട് പേര് ഞാൻ ബട്ടർഫ്ലൈ എന്ന് കൊടുത്തു. ബട്ടർഫ്ലൈ എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാണ്. സോ ഇതാ ഇവിടെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു ഇമേജ് വന്നു. ഓക്കെ, ഈ ഇമേജിനെ ഞാൻ ഈ വെബ് പേജിനകത്ത് കൊണ്ടുവരുവാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? SRC ഇസ് ഈക്വൽ ടു ഈ ബട്ടർഫ്ലൈൻ്റെ ലിങ്ക് അവിടെ പാസ് ചെയ്യണം അല്ലേ? സോ ഇവിടെ നിന്ന് ബട്ടർഫ്ലൈനെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ആസ് പാത്ത് കണ്ടോ, അത് കൊടുക്കുക. അത് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യണം. അപ്പം ഇവിടെ എൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ അകത്തുള്ള ഈ ബട്ടർഫ്ലൈ .jpeg എന്ന് പറഞ്ഞ ആ ഒരു പാത്ത് എന്ത് ചെയ്യും? ഇവിടെ വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്യാണ്. ഞാൻ സേവ് ചെയ്തു, എന്നിട്ട് ഇവിടെ റൺ ചെയ്യാണ്. അപ്പം ആക്ച്വലി ഒന്നും വന്നിട്ടില്ല. കാരണം SRC മാത്രം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. എനിക്ക് ഓപ്പണിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ IMG ആണ്. IMGയിൽ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ അത് ക്ലോസ് ചെയ്യുന്നു. അത് കൊടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് വന്നു? എനിക്ക് ആ ഇമേജ് വന്നു. ഓക്കെ, എനിക്ക് ആ ഇമേജ് വന്നു. അപ്പം ജസ്റ്റ് SRC മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഇമേജ് വന്നു, ഡൗട്ടില്ലല്ലോ. ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇപ്പം ഈ ഒരു ഇമേജ് ഞാൻ അതായത് ബട്ടർഫ്ലൈ 1 എന്നല്ല ഞാൻ കൊടുത്തു എന്ന് വിചാരിച്ചു. സേവ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ റിഫ്രഷ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഇവിടെ വന്നോ? ഇവിടെ എന്തെങ്കിലും വന്നോ? ഇല്ല. അതിൻ്റെ അർത്ഥം നമുക്കിത് തെറ്റായിട്ടുള്ള വെച്ചാൽ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ഒരു ഇമേജ് അതിൻ്റെ ഈ ഡെസ്ക്ടോപ്പിൽ ഇല്ല എന്നാണ് അത് കാണിക്കുന്നത്.
അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്, ഇഫ് ദ ഇമേജ് ഫെയിൽസ് ടു ലോഡ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ALT. ഇവിടെ ALT ഇസ് ഈക്വൽ ടു, ഇത് ബട്ടർഫ്ലൈയുടെ ഇമേജ് അല്ലേ, അതുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് കാണിക്കുവാണ്. ഇത് ഏത് ഇമേജാണ്? ബട്ടർഫ്ലൈയുടെ ഇമേജാണ്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കൊടുത്തു, ഇങ്ങനെ ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്ത് ഞാൻ സേവ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് വരും എന്നുള്ളത് നോക്കാം. എന്ത് വന്നു? യെസ്, ഇവിടെ ഒരു ഇമേജ് ആണെന്ന് മനസ്സിലായി. അത് എന്തിൻ്റെ ഇമേജ് ആണെന്ന് മനസ്സിലായി? ബട്ടർഫ്ലൈയുടെ ഇമേജ് ആണെന്ന് മനസ്സിലായി. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ALT യൂസ് ചെയ്യുന്നത്. സോ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൊടുക്കുക ഇഫ് ദ ഇമേജ് ഫെയിൽസ് ടു ലോഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ SRC എന്താണെന്ന് മനസ്സിലായി, ALT എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ പറയുന്ന ഇത് ശരിക്കും ഫ്ലൈ തന്നെ കൊടുക്കാം. ഇനി ഞാൻ Ctrl+S അടിച്ച് സേവ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ വന്നു. ഇനി ഇതിൻ്റെ സൈസ് വേണേൽ നമുക്ക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വിഡ്ത്ത് ഇസ് ഈക്വൽ ടു ഞാൻ സംതിങ് ഒരു 400 കൊടുത്തു. ഹൈറ്റ് ഇസ് ഈക്വൽ ടു സംതിങ് 400 കൊടുത്തു. എന്ത് വരും നമുക്ക് നോക്കാം. Ctrl+S അടിക്കുക, കുറച്ചും കൂടി വലിയതായി. അപ്പം സോ വാട്ട് ഇസ് എ യൂസേജ് ഓഫ് വിഡ്ത്ത്, ഹൈറ്റ്? വിഡ്ത്തും ഈ പറഞ്ഞ ഹൈറ്റും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഡ്ത്തും ഹൈറ്റും എന്ന് പറഞ്ഞ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ SRC എന്തെന്ന് മനസ്സിലായി, ALT എന്താണെന്ന് മനസ്സിലായി, വിഡ്ത്ത് എന്താണെന്ന് മനസ്സിലായി, ഹൈറ്റ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ ഈ ഇമേജിന് എന്തെങ്കിലും ബോർഡർ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ എനിക്ക് ബോർഡർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ഇസ് ഈക്വൽ ടു ബോർഡർ. ഇപ്പം ഞാനൊരു 10 പിക്സൽ കൊടുത്തു, PX 10 PX എന്ന് പറഞ്ഞാൽ ഞാൻ ബോർഡറിൻ്റെ ആ ഒരു തിക്നെസ് ആണ് പറഞ്ഞത്. ഞാൻ 10 പിക്സൽ കൊടുത്തു. ദെൻ സോളിഡ് കൊടുത്തു. അതെങ്ങനെയാണ് ആ പിക്സൽ വരേണ്ടതെന്നുള്ള സോളിഡ് കൊടുത്തു. അതിന് അത് ഏത് കളറാണെന്ന് ഞാൻ കൊടുത്തു, റെഡ്. ഓക്കെ, അപ്പോൾ ഇത്ര എന്ത് വരുമെന്ന് നോക്കാം. സോ അത് ഞാൻ സേവ് ചെയ്തു. എന്നിട്ട് എന്നെ റീഫ്രഷ് ചെയ്തു. 10 പിക്സൽ ആയതുകൊണ്ട് നമുക്കൊന്നും കാണാത്തതാണ്. നമുക്ക് ഞാനൊരു 50 കൊടുത്തു. Ctrl+S കൊടുത്തു. സോറി, ഇവിടെ ഞാൻ സ്റ്റൈൽ ഇസ് ഈക്വൽ ടു, ഇവിടെ എല്ലാം കണ്ടോ, ഓരോ പാരാമീറ്റർ വിത്തിൻ ഡബിൾ കോട്ട്സ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഓൾട്ടായാലും വിത്തിൻ ഡബിൾ കോട്ട്സ്. അപ്പോൾ ഞാൻ ഇവിടെ വിത്തിൻ ഡബിൾ കോട്ട്സ് കൊടുത്തില്ല, അതാണ് അവിടുത്തെ മിസ്റ്റേക്ക് വരാത്തത്. അപ്പം ഇവിടെ ഞാൻ വിത്തിൻ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഞാൻ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നോക്കാം. അപ്പം പിക്സൽ വന്നു, 10 പിക്സൽ വന്നു. ഇനി ഞാനിത് ഒരു 50 ആക്കുവാണെങ്കിൽ Ctrl+S കൊടുത്തു, റിഫ്രഷ് ചെയ്തു, കുറച്ചും കൂടെ തിക്നെസ് വന്നു. പിന്നെ ഇവിടെ ഞാൻ പർപ്പിൾ എന്ന് കൊടുക്കുവാണ്. എന്നിട്ട് Ctrl+S കൊടുത്തു, ചെയ്യുമ്പോഴത്തേ പർപ്പിൾ വരും. സോ അപ്പം ഇതിൻ്റെ യൂസേജ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ IMG എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്ത് ഇത്രയും വരും. SRC വരും, ALT വരും, വിഡ്ത്ത് വരും, ഹൈറ്റ് വരും, സ്റ്റൈൽ വരും. അപ്പം എല്ലാം വിത്തിൻ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കണം. SRC എന്ന് പറഞ്ഞാൽ അതിന് ലിങ്കാണ് വരുന്നത്. ഇപ്പം എനിക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നെറ്റിൽ നിന്നുള്ള ലിങ്ക് ഇവിടെ കൊടുക്കാം. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഇത് എൻ്റെ സിസ്റ്റത്തിലുള്ള ലിങ്കാണ് ഞാൻ കൊടുത്തത്. അപ്പം എനിക്ക് വേറൊരു ഇമേജ് കൊടുക്കണം. ഈ ഇമേജ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൻ്റെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് കോപ്പി ഇമേജ് ലിങ്ക് അതെടുക്കാം. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പം എന്താണ്, നെറ്റിൻ്റെ അകത്തുള്ള ഇമേജാണ് അല്ലേ, നമ്മൾ ബ്രൗസ് ചെയ്ത ഒരു ഇമേജാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് ഞാൻ Ctrl+S കൊടുത്തു. എന്നിട്ട് ഞാൻ റിഫ്രഷ് ചെയ്യുവാണേ. യെസ്, നമുക്ക് ഇവിടെ സെയിം ഇമേജ് തന്നെയല്ലേ ഇവിടെ കിട്ടിയത്. സോ അങ്ങനെ എനിക്ക് ഏത് ഇമേജ് വേണമെങ്കിൽ കൊടുക്കാം, പ്രൊവൈഡഡ് ആ ലിങ്ക് കറക്റ്റായിട്ട് കൊടുക്കുക SRCയിൽ. അതേപോലെ ALTക്കകത്ത് ഇപ്പോൾ ലിങ്ക്, ഇപ്പോൾ ഈ ലിങ്കിന് എന്തെങ്കിലും ഒരു ഫ്ലവർ, ഈ ലിങ്കിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുകയാണേ. ഇതാണ് ശരിക്കും ആ ഇമേജിൻ്റെ ലിങ്ക്. ഇത് വരെയാണ് അല്ലേ, ഇത് വരെയാണ്. അപ്പോൾ ഞാൻ ഫ്ലവർ 1 2 3 എന്നും കൂടെ കൊടുത്തു. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടോ?
ഇല്ല. കൺട്രോൾ എസ് കൊടുത്ത് ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇല്ല, അതുകൊണ്ട് ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് അത് ബട്ടർഫ്ലൈയുടെ ഇമേജ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ ALT കൊടുത്തു. ഓക്കെ, ഇത് ജസ്റ്റ് ഫ്ലവറിന് മാത്രമല്ലേ ഉള്ളൂ. അത് വരുവാണെങ്കിൽ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ സെയിം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് IMGയുടെ യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ.